നമസ്കാരം. MLA യു പ്രതിഭയും അവരുടെ മകനും, അതായത് ലഹരി കേസിൽ FIR ഇടപെട്ട അവരുടെ മകനുമാണ് ഇപ്പോ മീഡിയകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. സ്വന്തം മകൻ അത്തരത്തിലൊരു കേസിൽ പെടുമ്പോൾ സ്വാഭാവികമായും അത് മറ്റുള്ളവർ അറിയുന്നതിൽ അതൊരു മാതാവും ഇഷ്ടപ്പെടില്ല. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചത് അത്ര സുഖകരമായിട്ടില്ല. പൊതുവെ CPM എന്ന ഒരു പ്രസ്ഥാനത്തോടും ഇപ്പൊ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ്, ഭരണകക്ഷി ആയതുകൊണ്ടാണ്, അല്ലാതെയല്ല. അപ്പോൾ ഒരു ഭരണകക്ഷി എന്ന നിലയിൽ ഈ CPM-നോടും ഇപ്പോഴത്തെ ഭരണത്തോടുമൊക്കെ ഉണ്ടായിരുന്ന ഒരു അമർഷം പൊതുജനം എടുത്തു പ്രയോഗിച്ചു. മാത്രമല്ല മീഡിയകളും ചാനലുകളും ഒക്കെ അതെടുത്ത് ഉപയോഗിച്ചു. യൂട്യൂബ് ചാനലുകളും എടുത്തു പ്രയോഗിച്ചു. ഞാനും ഡിഫറെന്റ് ആംഗിൾസിലൂടെ പ്രതിഭയുടെ ആ പ്രഖ്യാപനത്തെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് പ്രതിഭ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ആ കുട്ടി കനിവ് അങ്ങനെ, അതുപോലെ പ്രതിഭ വളരെ ഒരുപാട് ദുരന്ത ജീവിതങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പൊതുജീവിതം, അവരുടെ ഇപ്പോഴത്തെ നില, അതുമാത്രമാണ് പൊതുസമൂഹത്തിന് അറിയുന്നത്. അതിനപ്പുറം ഒരുപാട് വേദനകളുള്ള, കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ഒരു പക്ഷേ മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ മനപ്രയാസങ്ങൾ, മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ആ ഒരു പ്രയാസം അത് എന്തുകൊണ്ട് ഉണ്ടായി എന്നതിനെ പേഴ്സണാലിറ്റി അനാലിസിസ് ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയമായി ബന്ധപ്പെടുത്തി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ ഈ ഭാഗം മുതൽ ഞാൻ സംസാരിക്കുന്നത് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അനാലിസിസ് എന്ന ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 3 പേരുടെയും ഒരു അപഗ്രഥനവും അവരുടെ കുടുംബം ശിഥിലമായി പോയ ഒരവസ്ഥയും എന്തുകൊണ്ട് പ്രതിഭ ഇപ്പോൾ അങ്ങനെ പറയുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാഠമാക്കി മാത്രമേ എടുക്കാവൂ. ഇതൊരു വിമർശനമായിട്ടോ വ്യക്തി ആക്ഷേപമായിട്ടോ ഒന്നും എടുക്കരുത്. അതങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രതിഭ എന്നത് ശരിക്കും ഒരു പ്രതിഭ തന്നെയാണ് എന്ന് ഈ വീഡിയോ അവസാനം വരെ കാണുന്നവർക്ക് മനസ്സിലാവും. ഇതാരെയും ആക്ഷേപിക്കാനല്ല, അവഹേളിക്കാനല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കമന്റുകൾ ദയവായി ഈ വീഡിയോയ്ക്ക് താഴെ ഒഴിവാക്കുക. ഇനി അഥവാ അത്തരത്തിൽ എന്തെങ്കിലും കമന്റുകൾ എഴുതി ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം. നിങ്ങളായിരിക്കും അതിന്റെ നിയമ നടപടികളോ മറ്റോ വന്നാൽ നേരിടേണ്ടി വരുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. പ്രതിഭയെ ഞാൻ ഒരു കാറ്റഗറി ആക്കി. പ്രതിഭയുടെ മകൻ എനിക്ക് സംശയമുണ്ട്. അയാളെ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നാകാനാണ് സാധ്യത. അതും ഞാനൊന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു. പിന്നെ അവരുടെ മരണപ്പെട്ട ഭർത്താവ്, എന്തുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു, എന്തുകൊണ്ടാണ് ഈ പ്രതിഭയ്ക്ക് ഇത്രയധികം മാനസിക പ്രയാസം ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവരുടെ മകൻ ഇത്തരത്തിൽ ലഹരി കേസിൽ പിടിക്കപ്പെട്ടപ്പോ ഈ രീതിയിൽ പ്രതികരിച്ച് എന്നതിലേക്ക് ഞാൻ പോകുകയാണ്. ആദ്യം പ്രതിഭയുടെ ഭർത്താവിനെ നമുക്കൊന്ന് നോക്കാം. പ്രതിഭയുടെ ഭർത്താവ്, ഞാൻ ആളെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ആണ് എന്നാണ്. ഇൻഡിവിജ്വലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ കലാരംഗവുമായി ബന്ധപ്പെട്ടവരാണ്. അതുപോലെ ഉള്ളിൽ കലയുണ്ടാവും. ഒരുപക്ഷെ KCB ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള സമയമോ കാര്യങ്ങളോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇൻഡിവിജ്വലിസ്റ്റ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിൽ നിന്ന് വ്യക്തമാണ്. അത് ഞാൻ വളരെ വ്യക്തമായി ഇതിൽ പറഞ്ഞുതരാം. അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് എന്നായിരിക്കും അവരുടെ ചിന്ത. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള, ഇൻഡ്യൂഷൻ ഉള്ള ആൾക്കാരാണ് ഈ വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തന്റെ ഭാര്യയും താനുമായി പിണങ്ങി മാറി നിൽക്കുന്നത് കൊണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ലോകത്ത് മാറി നിൽക്കുന്നത്, ഒരു സ്വപ്നജീവിയായിട്ട്, ഒരു എന്താ പറയാ ഡ്രീമറായിട്ട് മാറി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ലൈഫ്, അദ്ദേഹത്തിന്റെ സ്വപ്നം അതൊക്കെ അദ്ദേഹത്തിൽ തന്നെ ഉള്ളതാണ്. അത് മറ്റുള്ളവർക്ക് സമ്മാനിക്കേണ്ടതല്ല എന്ന രീതിയിൽ നോക്കുന്നത്. എപ്പോഴും ഒരു ബ്യൂട്ടി, ഒരു സൗന്ദര്യത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ബ്യൂട്ടി. അദ്ദേഹത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജോലി KCB ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം മറ്റേതെങ്കിലും സൃഷ്ടി ചെയ്യുന്ന ഒരാളാണോ എന്ന് എനിക്കറിയില്ല, കഥകളോ കവിതകളോ എഴുതുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അതിനെ ആയിരിക്കാം. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത്തരം ആൾക്കാർ പരാജിതരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഉദാഹരണം ഞാൻ തരാം. കവി അയ്യപ്പൻ, അദ്ദേഹം ഇൻഡിവിജ്വലിസ്റ്റ് ആണ്. അദ്ദേഹം കള്ളു കുടിച്ച് ഓടയിൽ കിടന്ന് മരണപ്പെട്ടു. എടുക്കുമ്പോൾ പോലും കവി അയ്യപ്പനാണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അത് കവി അയ്യപ്പനായിരുന്നു എന്ന്. ഇത്തരത്തിലുള്ള ആൾക്കാർ അങ്ങനെയാണ്. ടോട്ടൽ എന്താ പറയാ വേസ്റ്റായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവര് ഒരു ഇമോഷണൽ ലൈഫാണ് ഇവർ ജീവിക്കുക. ഇമോഷണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥ. അതായത് ആ ഇമോഷനെ അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് അതിന്റെ ഒരു വിഷയം. എപ്പോഴും ഒരു ട്രാജിക് റൊമാൻറ്റിക് ആയിരിക്കും. ഈ ഭാര്യയുമായി വിവാഹബന്ധം വേർപെടാൻ ഒരു കാരണവശാലും, അതായത് ഈ പറഞ്ഞ പ്രതിഭയുമായി വിവാഹബന്ധം വേർപെടാൻ, അവർ വിവാഹബന്ധം വേർപെട്ടുകൊണ്ട് മാറി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഒരു തരത്തിലും ആ ഭർത്താവ് അത് ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ അത്തരത്തിലുള്ളവരുടെ ജീവിതം എപ്പോഴും ഒരു അസംതൃപ്തിയിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കലാകാരന്മാരുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി.
സാധാരണ റിഡംറ്റീവ് ലെവലിൽ പോകാത്ത കലാകാരന്മാർ, സാധാരണക്കാരായിട്ടുള്ളവരുടെ കുടുംബജീവിതം ഒന്നും നല്ല രീതിയിൽ പോയിട്ടില്ല. ഈ അടുത്ത് മരണപ്പെട്ട MD ജീവിതം തന്നെ ഒന്ന് എടുത്തു നോക്കുക എങ്ങനെയായിരുന്നു എന്നുള്ളത്. അവരുടെ ആ ജീവിതം മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് മറ്റൊരാൾ കയറി വന്നു. അത് ആ രീതിയിൽ പോയി. അത് അവർ മാത്രമല്ല, പ്രശസ്തരും അല്ലാത്തവരുമായിട്ടുള്ള നിലവിലുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എഴുത്തുകാരെ, ഇൻഡിവിജ്വലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനിത് പേഴ്സണാലിറ്റി അനാലിസിസ് പഠിപ്പിക്കണം എന്ന് 2004 മുതൽ സർക്കാരിനോട് ഈ പൊതുസമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയുമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എപ്പോഴും ഒരു മെന്റൽ ഇഞ്ചുറിയുടെ ആൾക്കാരാണ് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത്. മെന്റൽ ഇഞ്ചുറി, ഒരു സെൽഫ് ഇഞ്ചുറി ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്റെ ഭാഗത്ത് വീഴ്ചയാണ്, ഞാനാണ് മോശം, എന്റെ ഭാര്യയോ എന്റെ മകനോ യാതൊരു പ്രശ്നമില്ല, ഞാനിങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ ആയി നിൽക്കുന്നത് വളരെ മോശമാണ് എന്ന രീതിയിൽ ഒരു സെൽഫ് ഇഞ്ചുറി, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നതാണ് ഒരു കുഴപ്പം. എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നല്ല വൈസ് പേഴ്സൺ ആയിട്ട് മാറാൻ പറ്റും. അതായത് ആ മേഖലയിൽ അദ്ദേഹം KCBയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലഹരിയെല്ലാം ഉപേക്ഷിച്ച് വളരെ നല്ല നിലയിലേക്ക് ഉയർന്ന് വരാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ആൾ. സാധാരണഗതിയിൽ ഒരു വിവാഹം കഴിക്കാറില്ല. വിവാഹം കഴിച്ചാലാകട്ടെ ആ വിവാഹ ബന്ധം മര്യാദയ്ക്ക് പോകാറുമില്ല. അതാണ് ഈ ഇൻഡിവിജ്വലിസ്റ്റുകളുടെ പൊതുവായിട്ടുള്ള കുഴപ്പം. പിന്നെ അവർ നശിച്ചു പോയി കഴിഞ്ഞാൽ ലഹരിക്ക് അടിപ്പെട്ട് പോകും. ലഹരിക്ക് അടിപ്പെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കും, നശിപ്പിക്കും എന്നതാണ് വസ്തുത. ഇൻഡിവിജ്വലിസ്റ്റുകളുടെ പൊതുവെയുള്ള സ്വഭാവം അതാണ്. അവരുടെ ലൈഫ് അവർ കാണില്ല, അവരുടെ ജീവിതത്തിന്റെ മനോഹാരിത അവർ കാണില്ല, അവരുടെ ആ ഭാര്യയും ചേർന്നുള്ള ജീവിതത്തെ അതൊന്നും കാണില്ല. പകരം ഒരു സ്വപ്ന ലോകത്ത് മറ്റൊരു കഥ അവർ ഉണ്ടാക്കും. മറ്റു സ്റ്റോറികൾ, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് കാണും, അവരെ കുറിച്ച് നല്ല കഥകൾ മെനയും, അവരുടെ ജീവിതത്തെക്കുറിച്ച് വർണ്ണിക്കും. അങ്ങനെ ആ വർണ്ണനകൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾ കൊണ്ട് അതൊക്കെ നോക്കി ആഹാ എന്ത് മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. അതേസമയം സ്വന്തം ജീവിതം ഇങ്ങനെ നശിച്ചു പോവുകയും ചെയ്യും. അവസാനം അതിൽ നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ, ഹരി ആത്മഹത്യ ചെയ്യായിരുന്നു, ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എൻ്റെ ലഹരിയാണ് എന്നെ കൊല്ലുന്നത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു എന്നും പറയുന്നു. എല്ലാ ലഹരികളും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം ഈ പറഞ്ഞ പ്രതിഭ എന്ന ആ സ്ത്രീ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നതുകൊണ്ടാണ്. പ്രതിഭയിലേക്ക് വരുന്നതിന് മുമ്പ് മകനിലേക്ക് പോകാം, അതിനുശേഷം അവസാനം നമുക്ക് പ്രതിഭയിലേക്ക് വരാം. ഇനി പ്രതിഭയുടെ മകൻ ഇപ്പോ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രം ജസ്റ്റ് ഒന്ന് കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കുന്ന, എന്താ പറയുക, തെരുവ് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ രീതിയിൽ ഒരു മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ പല വഴിക്ക് പോകാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതും അല്ലെങ്കിൽ അതുപോലെ അവർക്ക് അവരുടെ കൂടെ പോകുന്നതും എപ്പോഴും അവരെ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നതും അവർ തന്നെ ആയിരിക്കും, ഇവൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നലാണ്. കാര്യം ഞാൻ ജസ്റ്റ് ഒരു ചിത്രം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്നുകിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അവരുടെ പിതാവിന്റെ അതേ കാറ്റഗറിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലഹരിയും മറ്റു കാര്യങ്ങളും അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അതിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇനി പറയുന്നതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഒരു ശുദ്ധഗതിക്കാരനാണ്, സാധുവാണ്, പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെ എപ്പോഴും ഒരു ചെറിയ ലഹരി അവരുടെ കൂടെ ഉണ്ടാകും. ഞാൻ സമൂഹത്തിൽ അതിനൊരു ഉദാഹരണം തരാം. ഈ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ, ഇനി അവരുടെ മേലെ കുതിര കയറാൻ പറയണ്ട, JCI എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എന്തൂസിയാസ്റ്റുകളുടെ ഒരു കൂമ്പാരമാണ് അത്. ഇനി അവരെ ഒന്നും കൂടി കാണുന്നത് ആ ജിമ്മുകളിലും മറ്റു ഭാഗങ്ങളിലും കാണാം. പ്രോട്ടീൻ പൗഡറിന്റെ രൂപത്തിലും മറ്റും അവരെങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ ഒരു ലഹരിയാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവിൽ മാത്രമേ അവർ ലഹരി ഉപയോഗിക്കുള്ളൂ. ഈ കനിവ് എന്ന ഈ വ്യക്തി ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു ലഹരിക്ക് അടിപ്പെട്ട് ഇല്ലാതായി പോകുന്നില്ല. അവര് കൂട്ടത്തിൽ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ലഹരി ആ നിലയിൽ ലഹരിയിൽ ഉണ്ടാകും. അതെല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. മാത്രമല്ല ഒരു സങ്കടവും ഉണ്ടാവും. ആ സങ്കടത്തെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ മറ്റുള്ളവരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നതും അവരോടൊപ്പം ലഹരി ഉപയോഗിക്കുന്നതും എല്ലാം. മൾട്ടി ടാസ്കിംഗ് ആണ്, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ തേടി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ കഞ്ചാവാണെന്നുണ്ടെങ്കിൽ നാളെ MDMA പോയി കൂടായികയില്ല. അങ്ങനെയാണ് ഇത് ലഹരിയിലേക്ക് പോകുന്നത്. പക്ഷെ ലഹരി എന്ന് പറയുന്നത് ഈ പേഴ്സണാലിറ്റി ടൈപ്പിന് അപ്പുറം അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മയക്കുമരുന്ന് അത് തന്നെ ആയതുകൊണ്ട് അതിന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിന് പേഴ്സണാലിറ്റി ടൈപ്പുകൾ കുറ്റക്കാരാവൂല. കാരണം അത് അങ്ങനെയാണ്, കെമിക്കലാണ്. ആ കെമിക്കൽ ഒരു അഡിക്ഷൻ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് ടൈപ്പ് ആണെങ്കിലും എങ്ങനെയുള്ള ടൈപ്പ് ആണെങ്കിലും പിടിച്ചാൽ പിടി കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ ഇപ്പോ ഒരു എപ്പിക്യൂരിയനായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്.
എപ്പിക്യൂരിയൻ ആയതുകൊണ്ടാണ് ഒന്നിനു പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാതെയാണ് അവരുടെ മാതാവ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ മകനെ, അതായത് കനുവിനെ, ഉടനെ തന്നെ അവന്റെ കാറ്റഗറി മനസ്സിലാക്കി കൊടുത്ത് അവന്റെ വഴി മനസ്സിലാക്കി കൊടുത്ത് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവന് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപകടമായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രതിഭയിലേക്ക് വരാം. പ്രതിഭയുടെ ആ പ്രതികരണവും മറ്റും കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എപ്പോഴും റിയാക്ഷൻ ഫോർമേഷൻ എന്നാണ് നമ്മൾ അത് പറയാം. എപ്പോഴും റിയാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്തിനും സഡൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞത്. പക്ഷെ എത്തിക്സ് വിട്ട് സാധാരണഗതിയിൽ പെരുമാറുന്ന ഒരു സ്ത്രീ ആകാൻ സാധ്യതയില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു നല്ല മതവിശ്വാസിയോ മറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിലും അവർ ഒരു വിശ്വാസിയായിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്നവർ ഇതിന്റെ താഴെ ദയവായി കമന്റ് എഴുതുക. പിന്നെ കൃത്യമായ ഒരു മാനേജ്മെന്റ് ഉണ്ടാകും. എവിടെ എത്തണം, എങ്ങനെ എത്തണം എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവും. ആ ഒരു പെർഫെക്ഷൻ അതുണ്ടാകും. ഈ ഒരു വിഭാഗത്തെയാണ് നമ്മൾ സ്ഥാപനങ്ങളിലെ, ബിസിനസ് സ്ഥാപനങ്ങളിലെ മാനേജേഴ്സ് ആക്കി വെക്കേണ്ടത്. കാര്യം എല്ലാം ടൈം മാനേജ്മെന്റ് കൃത്യമായിരിക്കും എല്ലാം. അതുകൊണ്ട് തന്നെ പടിപടിയായിട്ട് അവർ വളർന്നുകൊണ്ടിരിക്കും. ഇവിടെ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് പഞ്ചായത്തിൽ പ്രസിഡന്റ് ആകുന്നതും, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് അവിടെ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതും, പിന്നെ അസംബ്ലിയിലേക്ക് മത്സരിച്ചുകൊണ്ട് MLA ഒക്കെ ആകുന്നത് അതുകൊണ്ടാണ്. കൃത്യമായ ലക്ഷ്യം ഉണ്ടാവും. അവർക്ക് വ്യക്തമായ അഭിപ്രായം ഉള്ളതുകൊണ്ട് ആ അഭിപ്രായങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒരുപക്ഷെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നും വരാം. എന്റെ അറിവ് ശരിയാണെങ്കിൽ അത്തരത്തിൽ ജി സുധാകരനുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ എന്തൊക്കെയോ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വിഭാഗക്കാർ അവരെ മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സെൽഫ് കൺട്രോൾഡ് ആണ്. അവർ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. വേറെ ആരും അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആരെ പറയുന്നതോ അവർ കേൾക്കാറുമില്ല. അവരുടേതായ വഴിക്ക് അങ്ങനെ പോകും. അവരുടെ വഴിക്ക് മറ്റുള്ളവർ വരണം എന്നതാണ് അവരുടെ നിലപാട്. അതൊരു നോർമൽ വ്യക്തിയുടെ നിലപാടാണ്. അതൊരു കുഴപ്പമായിട്ട് കാണേണ്ടതില്ല. ഈ ഒരു വിഭാഗത്തിന്റെ എല്ലാവരുടെയും നിലപാട് അത് തന്നെയാണ്. അതാണ് തിരുത്തേണ്ടത്. അതായത് മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഒരു കുറ്റപ്പെടുത്തലും ഒരു തിരുത്തൽവാദിയായി എപ്പോഴും ഒരു റിവിഷനിസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കും. തെറ്റും ശരിയും മാത്രമേ നോക്കുള്ളൂ. അത് മാത്രമല്ല ഒരു ക്രിട്ടിക്കൽ ടൈപ്പുമാണ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ട പത്രങ്ങളിലും ചാനലുകളും എല്ലാം ചെയ്യുന്നുണ്ടാ, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കണം, അവരെ കുറ്റപ്പെടുത്തുകയാണ്. അവർ ചെയ്താണ് ശരി എന്ന് പറയാണ്. ഇവിടെ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. ഈ ഒരു വിഭാഗമാണ് ചെയ്ഞ്ഞാൽ ഫണ്ടമെന്റലിസ്റ്റ് ആകുന്നത്. മതവും ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത്. മതം എന്ന് പറഞ്ഞാൽ ഇവിടെ ചില പണ്ഡിതന്മാരൊക്കെ വന്നുകൊണ്ട് മറ്റുള്ളവരൊന്നും ശരിയല്ല, അവരും ശരിയല്ല, ഇവരും ശരിയല്ല, നീ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്തി ഞങ്ങൾ വെട്ടും, നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുകയും ഈ സകല തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാം ചെയ്യുന്നത് ഈ വിഭാഗമാണ്. ഇവിടുത്തെ ഞങ്ങളത് മാത്രമാണ് ശരി, നിങ്ങളതെല്ലാം പൊട്ടയാണ്, അതൊന്നും ശരിയല്ല, നിങ്ങളൊക്കെ നരകത്തിലാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അത് ഏത് മതത്തിലായാലും അവരെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നവരാ. അതായത് അവർ പറയുന്നത് മാത്രമാണ് ശരി. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഫണ്ടമെന്റലിസം എന്നാണ് പറയുന്നത്. അതിനെ റിഫോം എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഈ സ്വഭാവമുള്ളവർ റിഫോമേഴ്സ്, അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളാകാണ് വേണ്ടത്. അപ്പൊ ആ ലെവലിലേക്ക് ഈ പറഞ്ഞ പ്രതിഭയും എത്തിയിട്ടില്ല. ഒരുപക്ഷെ അവർക്ക് ഈ സമൂഹത്തിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു വ്യക്തിയായി മാറാൻ കഴിയും. പക്ഷെ അവർ മനസ്സിലാക്കണമെന്ന് മാത്രം. അവർ മനസ്സിലാക്കില്ലോ എന്ന് എനിക്കറിയില്ല. അവരുടെ സ്വഭാവമായി ഞാൻ 5ാമത് എഴുതി വെച്ചിട്ടുള്ളത് സെൽഫ് കൺട്രോൾ ആണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ തൽക്കാലം കഴിയില്ല. ഞാൻ എടുക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയാത്തത്. 5ാമത്തെ പോയിന്റായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് സെൽഫ് കൺട്രോൾഡ് ആണ്. മറ്റാരും അവരെ നിയന്ത്രിക്കേണ്ടതില്ല, നിയന്ത്രിച്ചിട്ട് കാര്യവുമില്ല. 6ാമത്തെ പോയിന്റായിട്ട് റിവിഷനിസ്റ്റ് ആണ്, തിരുത്തൽവാദിയാണ്. അവരെ തിരുത്താൻ ആരും പോയിട്ട് കാര്യമല്ല, അവർ തിരുത്തേയില്ല. അത് നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മീഡിയകളും സകല ആൾക്കാരും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്തുകൊണ്ട് അവൻ അങ്ങനെ എന്നവർ മനസ്സിലാക്കില്ല. എന്തുകൊണ്ട് അവർ അങ്ങനെയൊന്നും മനസ്സിലാക്കി പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ ആ മകൻ അവർക്ക് നഷ്ടമാകും. ആ ടൈപ്പുകളുടെ അവസാനം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആണ്. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വാഹനം ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ആ മകനെ അവർ ചെന്ന് എത്തിക്കും. അത് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരോട് യാതൊരു വൈരാഗ്യവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. 7ാമത്തെ പോയിന്റായിട്ട് നമ്മൾ അതിൽ വെക്കുന്നത് നല്ലതും ശരിയും എന്ന് ഞാൻ പറയുന്നത് നല്ലത്, ഞാൻ ചെയ്യുന്നത് ശരി, മറ്റൊന്നും ശരിയല്ല എന്ന രീതിയിൽ. 8ാമത്തെ പോയിന്റായിട്ട് ക്രിട്ടിക്കൽ ടൈപ്പ് ആയിരിക്കും. അവർ മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എല്ലാ കുറ്റങ്ങളും മറ്റുള്ള മണ്ടയിൽ ചാരി കൊടുത്തുകൊണ്ടിരിക്കും. 9ാമത്തെ ഒരു പോയിന്റ് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാകാനും ഒരുപാട് വിവാദങ്ങളിലേക്കും പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടും കേവലം ഒരു വീഡിയോയിൽ മാത്രം പറയാനുള്ള കാര്യങ്ങളല്ല എന്നതുകൊണ്ടും ഞാൻ അതിനെ കുറിച്ചുകൂടി സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ പ്രതിഭ എന്റെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ
അവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അവരുടെ മകനെ അവരുടെ അവസ്ഥയുണ്ട്, അതായത് വാഗ്മി ഒറേറ്ററായി മാറാൻ കഴിയുന്ന ഒരു മകനാണ്. ആ മകനെ ആ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സാധിക്കും. ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ സുഖമുണ്ടാവൂല എന്നതുകൊണ്ടാണ്. കാര്യം നമുക്ക് അറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ എത്ര പേര് ഷെയർ ചെയ്യുന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളെല്ലാം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ടൈപ്പുകളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലൈഫും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ തന്നെ സ്വഭാവങ്ങളുടെ ചില വിശേഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇത് എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂല. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അതും നമുക്ക് ഒരു കുറ്റമായി തോന്നും. എന്തുകൊണ്ടാണ് അവർ കുറ്റപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാവില്ല. ഇതെല്ലാം അവർ മറ്റു വ്യക്തികളായതുകൊണ്ട്, നമ്മൾ മറ്റൊരു വ്യക്തിത്വം ആയതുകൊണ്ടാണ്. അത് ക്യാരക്ടേഴ്സിന്റെ ഒരു വിഷയമാണ്. അതിന് ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയുക. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തെറ്റും ശരിയും സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്കത് തിരുത്തിക്കൊണ്ട് അതിന്റെ ഉത്തമ ഭാവത്തിലേക്ക് മാറി നമുക്ക് അതിന്റെ ഉയർച്ചയിലേക്ക് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോകാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പ്രതിഭ എന്ന എം എൽ എക്ക് എത്താൻ കഴിയുന്നത് റിഫോമർ, സമൂഹ പരിഷ്കർത്താവ് എന്ന ഒരു നിലയിലേക്കാണ്. അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്, എല്ലാം അവർക്കുണ്ട്. പക്ഷെ അവർ തിരിച്ചറിഞ്ഞാൽ മതി എന്ന് മാത്രം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ സാധാരണ ഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസിലേക്ക് പോവുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. Different angles. Don't forget to subscribe and support this channel.